ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതോടുകൂടിയാണ് ഉടമസ്ഥനായ നിഖിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയെ നിയമിച്ചത്. അതിനുശേഷം ഒരുപാട് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അഭിക് നടപ്പിൽ വരുത്തിയിരുന്നു. അതായത് ക്ലബ്ബ് മാനേജ്മെന്റും അതുപോലെ തന്നെ ആരാധകരും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ ആവശ്യമായ പല കാര്യങ്ങളും അഭിക് ചാറ്റർജി നടത്തിയിട്ടുണ്ട്. ഫാൻ അഡ്വൈസറി ബോർഡൊക്കെ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് വരുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ഓപ്പൺ ആയിക്കൊണ്ട് അഭിക് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിലൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഒരു അവസ്ഥയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ അവസ്ഥയും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഭികിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തുടക്കം മുതൽ ഇതുവരെ ഏകദേശം 275 കോടി രൂപയുടെ നഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അതേക്കുറിച്ചും അഭിക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്വന്തമായി ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിൻ്റെ ചിലവ് ഭീകരമാണ്. 20,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്റ്റേഡിയം ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 250 കോടി രൂപയോളം വരും. ഇതൊക്കെയാണ് അഭിക് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നഷ്ടം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. 275 കോടി രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അഭിക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ആ ഒരു യോഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.